ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ചെന്ന് നീലിമയുടെ അരികിൽ അങ്ങ് ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ അനുവാദമില്ലാതെ എന്തിനാ വീടിനകത്തേക്ക് കയറിയതെന്ന് നീലിമ സച്ചിയോട് ചോദിക്കാം. പുറത്തു പോ എടി നീലിമേ, ഞാനങ്ങനെ വെറും കൈയോടെ പോകാൻ വന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനത്തോടെ മേഡോ എന്നൊക്കെ വിളിച്ചിരുന്നാണല്ലോ, എന്താ നീയൊക്കെ ഇപ്പോൾ പേര് വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ എടി നീലിമ എന്ന് പേരിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ സച്ചിയുടെ സംസാരം ആറ്റിറ്റ്യൂഡൊന്നും ശരിയല്ല, വെളി പോ എന്നും പറഞ്ഞ് നീലിമ സച്ചിയോട് ദേഷ്യപ്പെട്ടു. പോവാനല്ലേ നിന്നോട് പറഞ്ഞേ, അപ്പം നിക്കടി ഞാൻ പറയട്ടെ എന്നും പറഞ്ഞു സച്ചി. അപ്പോൾ നിന്റെ പേര് നീലിമ എന്ന് തന്നെയല്ലേ ചോദിച്ചു. അപ്പം ഞാനൊരു പേരൊന്നും മാറ്റിയിട്ടില്ല എന്നും നീ എന്താ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിന്നെയൊക്കെ നിർത്തേണ്ട നിർത്തണമായിരുന്നു എന്നും ഓവർ സ്വാതന്ത്ര്യം തന്നു, അതാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ നീലിമ പറയുവാണ്. അപ്പോൾ ഇത് കേട്ടപ്പം നീ പരിചയപ്പെട്ട ഡ്രൈവർ സച്ചി അല്ല, ഞാനിപ്പോൾ വേറൊരുത്തനാണെന്ന് പറഞ്ഞു. ഈ സച്ചി ആളാകെ പെശക, ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ സച്ചി ഇങ്ങനെ നീലിമയോട് പറയാം. കൂടെ നിന്ന് ചതിച്ചവരോടും തെറ്റ് ചെയ്തവരോടും ഒരു ദയയും കാണിക്കാത്തവനാണെന്നും പറഞ്ഞു. അപ്പം നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം ശരി, നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായൊരു ചോദ്യം ഞാൻ ചോദിക്കാം. നിനക്ക് സുധി അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഏത് സുധി, എന്താടി മറന്നുപോയോ എന്ന് ചോദിച്ചു. നിന്റെ പഴയ ലവർ സുധി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീലിമ ഞെട്ടി ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ സംഭവം നീലിമയ്ക്ക് മനസ്സിലായില്ല. നീലിമ നേരെ ഒരു സെക്കൻഡ് ആ വഴിയിലൂടെ കടന്നുപോയി. അവൾക്ക് ഓർമ്മ കാണില്ല, നിന്റെ ലിസ്റ്റിൽ കുറേ പേര് കാണുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ മൈൻഡ് യുവർ വേർഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് നീലിമ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ആ സമയത്ത് നീ പുറം നാട്ടിൽ നിന്ന് വന്നൊരു പാവം പെണ്ണാണെന്നാണ് ഞാൻ കരുതിയതെന്നും നീ ലോക തരികടയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സച്ചി മതി, നീ നിർത്തിക്കോളാൻ പറഞ്ഞു നീലിമ. അപ്പോൾ സുധിയെ നീ മറന്നിട്ടില്ലല്ലേ, മറന്നതായിട്ട് നീ അഭിനയിക്കാല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ മറക്കാൻ പറ്റുമോ നിനക്ക് അവനെ ചോദിക്കുമ്പം? നീ എന്തിനാണ് അവനോട് അവനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നേ? അവൻ എൻ്റെ പഴയ ലവറാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? എനിക്ക് അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു സച്ചി. അന്തം വിട്ട് നോക്കാം, രക്തബന്ധമാണെന്ന് പറയുമ്പോഴേക്കും നീലിമ ഞെട്ടി. എൻ്റെ ഏട്ടനാടി സുധി എന്ന് പറയുമ്പോഴേക്കും നീലിമയുടെ ചെവി കൂടെ പുകയൊക്കെ പറന്നു പോവുകയാണ്. അങ്ങനെ സച്ചി നീലിമയും ഈ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നിൽക്കുമ്പോൾ ആയിക്കോട്ടെ സമ്മതിച്ചു, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഏട്ടനും എനിക്കുമായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും ഇപ്പം ഇല്ല, ആ കാര്യം എനിക്കിപ്പോൾ ഓർക്കാൻ പോലും താല്പര്യമില്ല എന്നും നീ എന്തിനാ എന്നോട് ഇപ്പോൾ ഇതൊക്കെ വന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചു. നിനക്കെന്താ വേണ്ടതെന്ന് നീലിമ ചോദിക്കുമ്പം അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി 50 ലക്ഷം രൂപ കൊണ്ടല്ലേ നീ കാനഡയിൽ പോയത്? അപ്പം അതെ, നിന്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പണമല്ലേ എന്ന് ചോദിക്കുമ്പം എടീ അപ്പം നിനക്കതൊക്കെ അറിയാമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ ആരെയും പറ്റിച്ചുണ്ടാക്കിയ കാശല്ലടി അത്, പകലൊന്നില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെന്നും ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണെന്നും സച്ചി നീലിമയോട് പറഞ്ഞു. ജീവിതത്തിൻ്റെ അവസാന കാലത്തേക്ക് നീക്കി വെച്ചതാ, അതാടി നഷ്ടപ്പെട്ടെന്ന് പറയുമ്പം നിന്റെ അച്ഛനെ കബളിപ്പിച്ച് കാശ് അടിച്ചു മാറ്റിയത് അവനാ, നിന്റെ ഏട്ടൻ, ഞാനല്ല എന്ന് നീലിമ അന്നേരം പറഞ്ഞു. അവനെ ചതിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നീയല്ലേടി എന്ന് ചോദിച്ചു. അപ്പം സച്ചിയെ അവൻ 7 ഡിഗ്രി ഉണ്ടെന്നേ ഉള്ളൂ, അവൻ്റെ തലമണ്ടയ്ക്കകത്തൊന്നും ഇല്ലാന്നും സച്ചി നീലിമയോട് പറയാം. അതുകൊണ്ടാണ് നിനക്ക് കെണിയിൽ അവൻ വീണതെന്നും പറഞ്ഞു. നീ മുങ്ങിയപ്പോൾ മുതൽ നിന്നെ ഞാൻ അന്വേഷിക്കുക, പോലീസിൽ പരാതി കൊടുത്തു, പക്ഷെ നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഈ നാട്ടിൽ എത്രയോ വാടകക്കാർ ഓടുന്നു, പക്ഷേ നീ അറിയാതെ എൻ്റെ കാറ് തന്നെ തേടി വന്നു, ഇതിനാടി വിധിയെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുവാണ്. പാവം എൻ്റെ അച്ഛൻ, ആരെയും ഉപദ്രവിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അച്ഛനെന്നൊക്കെ പറഞ്ഞ് സച്ചി അച്ഛനെ പറ്റി പറയുന്നു. അങ്ങനെ ഒരാളുടെ മനസ്സാടി നീ വേദനിപ്പിച്ചതെന്നും രാപകലില്ലാതെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാണ് നീ എടുത്തുകൊണ്ട് ഓടിയതെന്നും പറഞ്ഞു. നീ ഒരിക്കലും ആ കാശ് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കില്ല നീലിമേ, അതുകൊണ്ടാ വിധി നിന്നെ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടെത്തിച്ചെന്ന് പറയുമ്പം നിനക്ക് എന്താ ഇപ്പം വേണ്ടതെന്ന് ചോദിച്ചു. നീ സുധിയിൽ നിന്ന് തട്ടിയെടുത്ത 50 ലക്ഷം രൂപ എനിക്ക് ഇപ്പം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയാം. ആ കാശ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, നിന്നെ പോകാനും വിടില്ല എന്ന് പറഞ്ഞു. സച്ചി എന്താ നീ എന്താ പോലീസിനെ വിളിക്കടിയെന്നും പറഞ്ഞ് നീ വിളിക്കാൻ പറഞ്ഞ് സച്ചി അവിടെ ഇരുന്നു. അവർ വരട്ടെ, നീ ആരാണെന്ന് ഞാൻ അവരോട് പറയുമെന്നും പറഞ്ഞ് സച്ചി ഒച്ച വയ്ക്കുക. കാണിച്ചരാടിയെന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നീലിമ ഒന്ന് ചിരിച്ചിട്ട് സച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നതെന്ന് പറഞ്ഞു നീലിമ. അപ്പം നീ തട്ടിയെടുത്തുകൊണ്ട് പോയാൽ കാശ് ചോദിക്കുമ്പോൾ നിനക്ക് ചിരി വരുന്നല്ലേ എന്ന് ചോദിച്ചു സച്ചി. മര്യാദയ്ക്ക് കാശ് അടി, ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലാതാകുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ എനിക്ക് തന്ന കാശ് ഞാൻ മുമ്പേ അവന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അതെടി നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം, മര്യാദയ്ക്ക് കാശ് തരുന്ന നല്ലതെന്ന് പറഞ്ഞ് സച്ചി ഇരിക്കുമ്പം ഞാൻ സത്യ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ സുധിക്ക് ആ കാശ് കൊടുത്തായിരുന്നു എന്ന് നീലിമ പറയുക. അപ്പം സച്ചി പറഞ്ഞു ഇല്ല, നീ കള്ളം പറയുവാണെന്ന്. അന്നേരം അല്ല, 50 ലക്ഷം രൂപ മാത്രമല്ല അതിൻ്റെ പലിശയും ഞാൻ കൊടുത്തിരുന്നു എന്നുള്ള കാര്യവും നീലിമ സച്ചിയോട് പറയുന്നു. ഇത് കേട്ട് സച്ചി ഞെട്ടി. സച്ചി അന്തം വിട്ടിങ്ങനെ ഇരുന്നിടത്തുനിന്ന് തന്നെ എഴുന്നേറ്റ് പോയി. നീ എന്താ പറഞ്ഞത്?
ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറയാം. അപ്പോൾ അവൻ ആ കാശ് നിങ്ങൾക്ക് തന്നില്ലല്ലേ എന്ന് ചോദിച്ചു. നീ സത്യമാണോ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പം ഇക്കാര്യത്തിൽ നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു നീലിമയെ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ നിൻ്റെ ഏട്ടനെ ഞാൻ കണ്ടിരുന്നെന്നും പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടു പോയെന്നും എന്നിട്ടാണ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതെന്നും പറയാം. പോലീസ് സ്റ്റേഷനിലെ അതിൻ്റെ തെളിവും ഉണ്ടെന്നുള്ള കാര്യവും നീലിമ ഇങ്ങനെ പറയുക. അന്ന് ആ കാശ് കൊടുത്തതിന് വിറ്റ്നസ് സൈൻ ചെയ്തത് നീയാണെന്ന കാര്യവും പറയുവാണ്. അവനാണ് ഞാൻ കാശ് കൊടുത്തതെന്ന് അറിയാതെയാണ് നീ സൈൻ ചെയ്തതെന്ന് നീലിമ പറഞ്ഞു. നീ അവൻ്റെ അനിയനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്നും നീലിമ. അന്ന് ഫുൾ സെറ്റിൽമെൻറ്റും ചെയ്തിരുന്നു എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ സച്ചി. നിനക്ക് ഇനിയും ഞാൻ പറഞ്ഞത് വിശ്വാസം ആയില്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി SI സാറിനോട് ചോദിക്കാനും നീലിമ പറയുക. അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു, പക്ഷേ അവൻ നിങ്ങളോടത് പറഞ്ഞിട്ടില്ലല്ലേ എന്നും നീലിമ ചോദിക്കുക. കുടുംബത്തെ പറ്റിക്കുന്ന ഏർപ്പാട് അവൻ ഇപ്പോഴും നിർത്തിയിട്ടില്ലല്ലേ എന്നും നീലിമ സച്ചിയോട് ചോദിക്കുക. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു സച്ചി. സച്ചി അങ്ങ് ഒതുങ്ങി. എൻ്റെ അച്ഛൻ്റെ കൈ വരേണ്ട പൈസ അത്, അവനത് കൊടുത്തില്ല എന്ന് മാത്രമല്ല കിട്ടിയ കാര്യം പറഞ്ഞതും ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം സച്ചി, ഞാൻ സുധിയെ ചതിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അവൻ അവൻ്റെ അച്ഛനെയും അമ്മയെയും നിങ്ങളെല്ലാവരെയും ചതിച്ചുവെന്നും നീലിമ പറയുന്നു. അധികം വൈകാതെ അവൻ എന്നെ ചതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ എന്നെ ചതിക്കുന്നതിന് മുന്നേ ഞാൻ അവനെ ഒഴിവാക്കി രക്ഷപ്പെട്ടതാണെന്നും നീലിമ സച്ചിയോട് പറയുക കേട്ടോ. പോകുമ്പോൾ അവന് ചെറിയൊരു ഡോസും കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന കാര്യവും നീലിമ പറയണേ. അപ്പം എന്തൊരു മനസ്സാ അവൻ്റേത്. അവൻ ഭയങ്കര ക്രിമിനൽ തന്നെ അവനെന്നും. അവനൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യയുടെ അച്ഛൻ കൊടുത്ത കാശ് കൊണ്ടാണെന്ന് അവർ പറഞ്ഞതെന്ന കാര്യം സച്ചി പറയുക. അപ്പോൾ അവൻ ഷോറൂം തുടങ്ങിയത് ഈ കാശ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പം ഈ കാശ് കൊണ്ട് തന്നെയായിരിക്കുമെന്ന് നീലിമ അന്നേരം പറഞ്ഞു. സുധിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല, ഈ ബുദ്ധി അവൻ്റെ വൈഫിൻ്റെ ആയിരിക്കുമെന്നും അവൾ വിളഞ്ഞ വിത്താണെന്ന കാര്യവും നീലിമ സച്ചിയോട് പറയാം. എന്നെ പാർലറിൽ ലോക്ക് ചെയ്ത് സുധിയെ വിളിച്ചു വരുത്തിയത് അവളാണെന്ന കാര്യവും നീലിമ സച്ചിയോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാശ് കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ അതിൻ്റെ കൂടെ പലിശ വേണമെന്ന് അവൾ പറഞ്ഞതാണെന്നും നീലിമ പറയുന്നു. അവളത് വാങ്ങിക്കുകയും ചെയ്തെന്നും പറഞ്ഞു. സച്ചി ഞെട്ടി നിൽക്കുവാണ്. നിൻ്റെ ഏട്ടനേക്കാളും ഡേഞ്ചർ അവളാണെന്ന് പറയുമ്പം ശരിയാ, രണ്ടുപേരും ചേർന്നാണ് കാശ് വാങ്ങിയതല്ലേ. അപ്പം ഞാൻ പോകുന്നു. ഇന്ന് വീട്ടിൽ ഇതിൻ്റെ വിചാരണ നടക്കുമെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കുമെന്നും സച്ചി നീലിമയോട് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് മാഡം വീട്ടിലേക്കൊന്ന് വരണമെന്നും സച്ചി പറയുവാണ്. മാഡം അവർക്ക് കൊടുത്ത കാശിൻ്റെ കാര്യം ഇന്ന് വീട്ടിൽ വന്നൊന്ന് പറയണമെന്ന് പറയുമ്പം ഞാനെന്തിനത് പറയണമെന്ന് ചോദിച്ചു നീലിമയെ. അത് സച്ചിക്ക് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല, അവർ രണ്ടുപേരും എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടുമെന്നും സച്ചി പറയുവാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാശ് കൊടുത്തതിൻ്റെ തെളിവില്ലേ, അപ്പം പരിചയമുള്ള പോലീസുകാരനോട് പറഞ്ഞാൽ സൈൻ ചെയ്ത പേപ്പർ വാങ്ങിക്കാം. ഞാൻ പോലീസുകാരെ കൊണ്ട് കൃത്രിമമായി പേപ്പർ വാങ്ങിപ്പിച്ചതാണെന്ന് അവൻ പറയും. അത് മറ്റുള്ളവർ വിശ്വസിക്കുകയും ചെയ്യുമെന്നും സച്ചി പറയാം. പക്ഷെ മാഡം നേരിട്ട് വന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിക്കുമെന്നും സച്ചി പറയൂ കേട്ടോ. എനിക്ക് അവർ രണ്ടുപേരോടും ചില കണക്കുകൾ തീർക്കാനുണ്ട് എന്ന് നീലിമ പറയുവാണ്. അപ്പോൾ സച്ചി ഇരിക്കെ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നീലിമ ഫ്രഷാകാൻ പോയി. സച്ചി അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന ചന്ദ്രയാട്ടോ. ചന്ദ്ര ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഒരു കള്ളനില്ലേ നിൻ്റെ അനിയൻ, അവനെപ്പറ്റി നീ അന്വേഷിച്ചായിരുന്നു എന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കുക. അപ്പോൾ അന്വേഷിച്ചിരുന്നു, എന്നിട്ട് വല്ല വിവരം കിട്ടിയോയെന്ന് ചോദിച്ചു. ഇല്ലമ്മേ, അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല, സൂതി തന്നെ എല്ലാം അന്വേഷിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരിക്കുമ്പോൾ രേവതിക്ക് ചിരി വന്നു കേട്ടോ. എന്തിനാടി നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. തമാശ കേട്ടാ പിന്നെ എനിക്ക് ചിരി വരാതിരിക്കുമോ അമ്മേ, നീ എന്താണ് കളിയാക്കുക അല്ലേന്ന് ചോദിച്ചു. ഇതാണ് വളർത്തുഗുണം. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. അതിനത് അറിയില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറയുവാണ്. ശ്രുതി ഇന്ന് വരെ എന്നെ കളിയാക്കിയിട്ടുണ്ടോ? എൻ്റെ മുന്നിൽ അവൾ ഇരിക്കുക പോലും ചെയ്യില്ല. അതാണ് വലിയ വീട്ടിലെ പെണ്ണും ദരിദ്രവാസി പെണ്ണും തമ്മിലുള്ള വ്യത്യാസമെന്നും പറഞ്ഞ് അവിടെയും രേവതിയെ കൊച്ചാക്കുവാണ് ഈ ചന്ദ്ര. നിനക്കേ എന്നെ മാത്രമല്ല നിന്റെ കെട്ടിയവനെ പോലും വിലയില്ല. നീ അവൻ പറയുന്നത് വല്ലതും കേൾക്കാറുണ്ടോ? അവന് വേണ്ടി വല്ലതും ചെയ്യാറുണ്ടോ? ശ്രുതിമോളെ നീ നോക്ക്, അവളുടെ ഭർത്താവെന്ന് പറഞ്ഞാലേ അവൾക്ക് ജീവനാണെന്നും അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് 50 ലക്ഷം രൂപ വാങ്ങി ശ്രുതിക്ക് അവൾ ഷോറൂം വരെ ഇട്ട് കൊടുത്തു എന്നും ചന്ദ്ര നിന്നിങ്ങനെ വീരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ നല്ലതിന് വേണ്ടി അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നേ, നീ അവളെ ഒന്ന് കണ്ടു പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അവളും അവളുടെ ഭർത്താവും കൂടെ ചേർന്ന് 30 ലക്ഷം രൂപ ഒരു കള്ളൻ്റെ വായിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തില്ലേ, അത് കണ്ടിട്ടാണോ ഞാൻ പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അഹങ്കാരം പറയുന്നോടി എന്ന് ചന്ദ്ര രേവതിയോട്. അത് നിന്റെ കാശൊന്നും അല്ലല്ലോ, അവരുടെ കാശല്ലേ കൊണ്ട് കൊടുത്തതെന്നൊക്കെ ചോദിച്ച്
ദേ നോക്ക്, അവർക്ക് 30 ലക്ഷം രൂപയൊന്നും ഒന്നുമല്ല. അവരുടെ അച്ഛൻ വിചാരിച്ചാലേ കോടികൾ അയച്ചു കൊടുക്കാൻ പറ്റും, കോടികൾ. അറിയോ നിനക്കെന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി രേവതിയെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം വണ്ടിയുടെ ശബ്ദം കേട്ട് ഇവർ നോക്കുമ്പോൾ സച്ചി കയറി വരുന്നു. സച്ചി വന്നിട്ട് അച്ഛാ, വർഷേ, ശ്രീകാന്ത എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുക. അച്ഛനും വന്നേ, അച്ഛൻ വാ എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തുന്നു. ശ്രീകാന്തും വർഷയും വന്നു, ശ്രുതിയും വന്നു. അപ്പോൾ അതെ, ഇവിടെ ഒരു കൂട് കെട്ടാനുണ്ട് എന്ന് പറഞ്ഞു. കൂട് കെട്ടാൻ നീ എന്താ പക്ഷിയാണോ എന്ന് ചോദിച്ചു. ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ സച്ചി അന്നേരം ചിരിച്ചു. ഞാൻ പക്ഷിയാണോ പുലിയാണോ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു സച്ചി. അച്ഛാ, ഇതിപ്പോൾ ഒരു കോടതി മുറിയാണെന്ന് വിചാരിക്കുക. അപ്പം സാക്ഷിക്കൂടും പ്രതിക്കൂടും ഒക്കെ വേണ്ടേന്ന് ചോദിച്ചു. എന്തായി പറയുന്നേ? കോടതി മുറിയോ? ആ അതെ, ഇവിടെ ഒരു വിചാരണ നടക്കാൻ പോവുക. തൽക്കാലം ഇവിടെ ഒരു പ്രതിക്കൂടും മതി. ശ്രീകാന്ത് നീ പിടിച്ചേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു മേശ എടുത്തുകൊണ്ട് ഇങ്ങനെ വട്ടം അങ്ങ് വെച്ചു. വട്ടം വെച്ചിട്ട് കൂട് റെഡിയായെന്ന് പറഞ്ഞു സച്ചി. മുതലാളി ഇങ്ങോട്ട് വന്നങ്ങ് നിന്നാലും എന്ന് പറയാണ് സച്ചി. ഞാനോ? എടാ, ഞാനെന്തിനാണ് ഇതിനകത്ത് കയറി നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? നീ എന്തൊക്കെയാടേ കാണിക്കുന്നത്? എന്തൊക്കെയാടേ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. നീ ഉപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ദേ ശ്രുതിയെയും വിളിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്താൻ തുടങ്ങും. അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൈക്ക് കയറി പിടിച്ചു. ഇത് എന്താ സച്ചി കാണിക്കുന്നതെന്ന് ചോദിച്ച്. പ്രതികൾ 2 പേരുണ്ട്, തൽക്കാലം ആദ്യം ഇവൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് നിൽക്കടാന്ന് പറഞ്ഞു അവനെ വലിച്ച് അടിച്ചു കൊണ്ടത് നിർത്താൻ നോക്കുമ്പോൾ, എടാ സച്ചി, എന്താ വിഷയം എന്ന് നീ പറയാൻ പറഞ്ഞു. നീ എന്തിനാ അവരെ കൊണ്ട് അവിടെ നിർത്തിയേക്കുന്നേ? അപ്പോൾ അച്ഛാ, ഇതിപ്പോൾ ഒരു കോടതിയാണെന്ന് പറഞ്ഞു. ഇത് കോടതി, ഇത് വീടാ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോയെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, തൽക്കാലത്തേക്ക് ഇത് കോടതിയാക്കാം. അമ്മയാണ് ഈ കോടതിയിലെ ജഡ്ജ് എന്ന കാര്യം പറയുവാണ് സച്ചി. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക. വിധി പറയേണ്ടതും അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോഴും ചന്ദ്രയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല, ശ്രുതിക്കും മനസ്സിലാകുന്നില്ല. അമ്മ എന്നെ വിടാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ സച്ചി അവനെ പിടിച്ചങ്ങ് നിർത്തി. എടാ നീ കാര്യം പറയാൻ പറഞ്ഞു ശ്രുതി. കാര്യം ഞാനിപ്പോൾ പറയാട്ടാ, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് തുടങ്ങി വെച്ചില്ലേ. അച്ഛാ, ഞാൻ എതിർഭാഗത്തെ വക്കീല്, അച്ഛനാണ് എൻ്റെ കക്ഷി. പ്രതി ദേ ഈ നിൽക്കുന്ന മുതലാളി, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാനോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരാളും കൂടെ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ വിചാരണ തുടങ്ങാല്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് കൈയും കല്ലും വരയ്ക്കാൻ തുടങ്ങി. ഈശ്വരി, ഇവൻ എന്തിൻ്റെ പുറപ്പാടാ? നീ കാര്യം പറയാൻ പറഞ്ഞ അച്ഛൻ. അപ്പോൾ ജഡ്ജി അമ്മേ, ഞാൻ വാദം തുടങ്ങുകയാണെന്ന് സച്ചി. എൻ്റെ കക്ഷിയായ രവീന്ദ്രൻ അവർകൾ സർക്കാർ സർവീസിൽ ഡ്രൈവറായി 35 വർഷത്തിലധികം ജോലി ചെയ്തെന്നും റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ടായിരുന്നു എന്നും പറഞ്ഞു. സച്ചേട്ട്, ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അപ്പോൾ ഓർഡർ ഇടയ്ക്കേറെ സംസാരിക്കരുതെന്ന് സച്ചി. അന്നേരം ശ്രീകാന്തേ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സച്ചേട്ടൻ പറയുന്ന കേൾക്കാൻ പറഞ്ഞു വർഷ. അപ്പോൾ അത് വെറും പണമായിരുന്നില്ല എന്നും രാവും പകലും ഇല്ലാതെ വർഷങ്ങളായിട്ട് വിയർപ്പൊഴുക്കി കിട്ടിയ കാശാണെന്നും സച്ചി പറയുക. അധ്വാനിച്ച് സത്യസന്ധമായി ഉണ്ടാക്കിയ പണമായിരുന്നു അതെന്നും പറഞ്ഞു. അപ്പോഴും എല്ലാവരും ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നോക്കുവാണ്. എങ്ങനെയുള്ള പണം? അധ്വാനിച്ചുണ്ടാക്കിയ പണം. അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോ പോയിന്റുകൾ പറയുന്നു. ഇവൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് അടിച്ചു മാറ്റി ഇവൻ്റെ കാമുക നീലിമ വിദേശത്തേക്ക് കടന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, എന്തിനാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത്. എടാ, ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായിരുന്നെന്നും എന്നാൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കഥയാണെന്ന കാര്യം പറയുക. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടലോടുകൂടി നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് പേടിയാകാൻ തുടങ്ങി. പറയട്ടേടാ എന്ന് സച്ചി ചോദിക്കുക. ശ്രീകാന്തേ അവൻ്റെ കൈ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് അവൻ്റെ കൈ പിടിച്ചു. നീ എന്താ ഇവിടെ പറഞ്ഞ്? ആ പെണ്ണിനെ ചതിച്ചു, 50 ലക്ഷം രൂപയായിട്ട് അവൾ മുങ്ങി, അതിനുശേഷം അവളെ കണ്ടിട്ടേ ഇല്ല, അവൾ കാശ് തിരിച്ച് തന്നിട്ടുമില്ല, എങ്ങനെയെങ്കിലും ആ കാശ് തിരിച്ചു വാങ്ങാൻ നോക്കണം എന്നൊക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുക. സച്ചേട്ടൻ എന്തായി പറഞ്ഞേ? അല്ല, അവൻ്റെ ഒരു കോടതി. നീ എന്താണ് നാടകം കളിക്കുകയാണോ? വെറുതെ മനുഷ്യൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട്. അച്ഛാ, എനിക്ക് ഷോറൂമിൽ പോകണം, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ, എടാടാ അവിടെ നിൽക്കടാ, നീ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു സച്ചി. അവിടെ നിന്നോളണമെന്നും നിൽക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ പിടിച്ചു വെക്കുന്നു. എടാ സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് കാര്യം പറയാൻ പറഞ്ഞു അച്ഛൻ. അച്ഛാ, എല്ലാം ഞാൻ മനസ്സിലാക്കി തരാവുന്ന സച്ചി. ആ പെണ്ണിവൻ്റെ കാശ് അടിച്ചു മാറ്റി കാനഡയിൽ പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുവരെ കാര്യങ്ങൾ സത്യമാണ്. അതിനുശേഷം അവളെ കണ്ടിട്ടില്ല, കാശ് തിരികെ കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? അവിടെ മുതൽ അത് പച്ചക്കള്ളമായിരുന്നു എന്ന് സച്ചി പറയുന്നു. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞ് എല്ലാവരും ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ കാശ് സുധിയേട്ടൻ എത്തിച്ച് തന്നായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം തിരികെ കിട്ടിയായിരുന്നോടാന്ന് ചോദിച്ചു. നീ തന്നെ പറയടാന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് ശ്രുതി. അപ്പോഴത്തേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നാലേ ആ കാശ് ഇവന് കിട്ടിയിട്ട് മാസങ്ങളായെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഞെട്ടലോട് കൂടി നോക്കുക കേട്ടോ.
ശ്രുതിയുടെ കയ്യും കാലും വിറയ്ക്കാനും തുടങ്ങി. ഈശ്വര, പൊട്ടി പൊളിഞ്ഞു എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. സച്ചേട്ടാ, സത്യമാണ് ഈ പറയുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് സത്യമാണ് രേവതി. 50 ലക്ഷം രൂപ നീലിമ ഇവന് കൊടുത്തിരുന്നുവെന്നും 50 ലക്ഷം മാത്രമല്ല അതിൻ്റെ പലിശ സഹിതമാണ് കൊടുത്തതെന്നും പറയുവാണ്. ഇത് ഇവൻ്റെ ഭാര്യ പാർലറേട്ടത്തിൽ തന്നെയാണ് ഇവൻ്റെ കൂട്ടുപ്രതി എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കണ്ണും വീഴ്ച ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടലോടെ ശ്രുതിയെ നോക്കണം. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ നിൽക്കുക. എന്നാ ചെയ്യണമെന്ന് അറിയില്ല. രണ്ടുപേരും ചേർന്നാണ് നീലിമയുടെ കയ്യിൽ നിന്ന് അന്ന് കാശ് തിരികെ വാങ്ങിച്ചതെന്നുള്ള കാര്യവും പറയുന്നു. അപ്പോഴേക്കും നീ എന്താണ് പുതിയ കഥയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുവാണോ എന്ന് ചോദിച്ചാൽ ശ്രുതി പുതിയ കഥയൊന്നും അല്ല, ഇത് പഴയ കഥയാണെന്ന് സച്ചി. കാശ് വാങ്ങിച്ചിട്ട് എന്തായാലും കുറേ ആയല്ലോ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ. ശ്രുതി നീ അവളോട് പണം തിരിച്ചു വാങ്ങിച്ചിരുന്നല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഇല്ലച്ചാ, ഞാൻ കാശ് വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഇവൻ ചുമ്മാ കള്ളം പറയുകയാണെന്നും ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 30 ലക്ഷം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലാവൻ വെറുതെ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അവനെങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന് ചന്ദ്ര പറയുമ്പം അത് ചെയ്ത പാപത്തിനുള്ള ശിക്ഷ കിട്ടിയതാണെന്ന കാര്യം പറയുവാണ് സച്ചി അന്നേരം. ഇവൻ അച്ഛൻ്റെ 50 ലക്ഷം രൂപ അടിച്ചു മാറ്റി, ഇവൻ്റെ 30 ലക്ഷം രൂപ ആ പെരുങ്കള്ളൻ അടിച്ചു മാറ്റി. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയാറില്ലേ, അതാ ഇപ്പം ഇതെന്നും പറഞ്ഞ് സച്ചി കാര്യം പറയുക. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിലിരിക്കുക. അപ്പോൾ സച്ചേട്ട ഇതിപ്പോൾ ആകെ കൺഫ്യൂഷനായല്ലോ എന്ന് പറയാം. അപ്പോൾ ഓരോ കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് സച്ചി പറഞ്ഞു. ഇവർ രണ്ടുപേരും ചേർന്ന് നീലിമയിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ള കാര്യം സച്ചി പറയുക. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. സച്ചി എന്തിനാ ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നേ, കഷ്ടമുണ്ട് കേട്ടോ എന്ന് ശ്രുതി പറയുമ്പോൾ കള്ളം പറഞ്ഞെന്നോ? അതെ നീ കള്ളം പറയുകയാണെന്ന് ശ്രുതി അങ്ങ് ചാടിക്കയറി അങ്ങ് പറയുന്നു. എന്തെങ്കിലും പറഞ്ഞ് ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യാതെ നിനക്ക് ഉറക്കം വരില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പം അത് നീ പറഞ്ഞത് ശരിയാ, ചെറിയ പ്രായം മുതലേ ഇവൻ ഇങ്ങനെ തന്നെയാണെന്നും ശ്രുതിയോടുള്ള അസൂയ കൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ചന്ദ്ര പറഞ്ഞ് മകനെ വെള്ളം പൂശുന്നു. അവനെ താഴ്ത്തി കെട്ടാൻ നോക്കുകയാണെന്ന് പറഞ്ഞപ്പം എന്താ അസൂയ, ഇവനോട് എനിക്കെന്താ അസൂയ, ഇവനെ പോലെ ക്രിമിനലാകാൻ പറ്റിയില്ലെന്നുള്ള അസൂയ ആണോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. ഓ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ശ്രുതി. സച്ചി ഞാൻ ആകെപ്പാടെ എൻ്റെ കാശ് നഷ്ടപ്പെട്ടു പോയൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക, ഈ സമയത്ത് നീ ഇങ്ങനെ വെറുതെ കള്ളക്കഥ ഉണ്ടാക്കി എന്നെ വെറുതെ കൊല്ലാക്കൊല ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം എന്താ ഒരഭിനയം സൂപ്പറാട്ടോ, സൂപ്പറാണെന്ന് സച്ചി പറഞ്ഞു. 2 കേടികൾക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ അങ്ങനെ ഇരിക്കുക. ചന്ദ്ര അന്നേരം ഓഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവനെങ്ങനെ ഇത് അറിഞ്ഞത്? ഞങ്ങൾ കാശ് വാങ്ങിയെന്ന് തെളിയിക്കാൻ ഇവൻ്റെ കയ്യിൽ തെളിവൊന്നും കാണത്തില്ല, എന്തെങ്കിലും പറഞ്ഞ് ഇതിൽ നിന്ന് ഊരണമെന്ന് ശ്രുതി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. അവൾ ഊരിച്ച് വീണും ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.